ഇത് ലോകത്തിന് അറിയാൻ സാധിക്കില്ല. ഇത് കൃപയാണ്. ഈ കൃപ ലോകം ദർശിച്ചില്ല. കാര്യം എന്തുകൊണ്ടാണ്? അവരെല്ലാം ഇരുട്ടിലായിരുന്നു. അവര് വിശ്വസിച്ചില്ല. കർത്താവ് വന്നിട്ട് യോഹന്നാൻ 1:5 ജെറമ്യാ 31:2 മരുഭൂമിയിൽ വാളിനെ അതിജീവിച്ചവർക്കാണ് കൃപ. അപ്പൊ നിങ്ങൾ സഹിക്കണം. മറ്റവരൊക്കെ സഹിക്കാൻ പറ്റിയല്ല. നിങ്ങൾ അതിനുവേണ്ടി ദൈവം തെരഞ്ഞെടുത്ത് ഉറപ്പിച്ച്. ഇതുകൊണ്ടാണ് നമ്മൾ ഈ ദാനിയേൽ 12 വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു കൊടുത്തോ? അവര് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ഈശോ പലരും പറഞ്ഞെന്താണ് ഒറ്റക്കാണെന്നത്. ആ ഈശോന്റെ കൂടെ ഉണ്ട്. പിന്നെന്താണ് എനിക്ക് വേണ്ട. അവിടെ കൃഷിയിലുള്ളത് കർത്താവ് നമ്മളോട് പറഞ്ഞങ്ങനെ 2 പേരാണ് പോയി കൊടുക്കാനാണ് സുവിശേഷം. അതും മാർക്കോസ് 1:15 ആദ്യം. ഈ അനുഗമിച്ച് വരുന്നവർക്ക് സുവിശേഷം വിശ്വസിക്കാൻ സാധിക്കുമല്ലോ. അവർക്കാണ് 2:19 ആ കൃപ വരുന്നത്. 1:40 വചനം വിശ്വസിച്ചവര് ഭാഗ്യവൻ. അപ്പൊ ഈ കൃപ വരണമെങ്കിൽ പിന്നെ നിങ്ങളുടെ കൃപയെല്ലാം 2 Corinthians 3:3 എല്ലാവർക്കും. അതുപോലെ തന്നെ നമ്മൾ വിജാതിയിലോട്ട് തിരിയുന്ന സമയത്ത് പ്രത്യേകിച്ച് സ്നേഹത്തിന്റെ വചനം മാത്രം കൊടുത്തോണ്ടിരുന്നതാണ്. ഒരു വിജാതിയെ 4 വർഷം കഴിയാതെ അവർക്ക് ജ്ഞാനസ്നാനം കൊടുക്കാൻ പാടില്ല. ഇത് തന്നെ നമ്മൾ പാലിക്കണം. ദാനിയേൽ 12 എന്തുകൊണ്ടെന്ന് വെച്ചാൽ 1 തിമോത്തി 3:6-7 വേഗം അഹങ്കാരികളായി മാറും. അതുകൊണ്ടാണ് പല വിജാതിയും പെട്ടെന്ന് അഹങ്കാരികളായി മാറിക്കഴിഞ്ഞിട്ട് തോന്നിയ പോലെ അവർ നടക്കുക. നമ്മളുടെ ബുദ്ധിയിലുള്ള ചിന്ത എന്താ? ആ വിജാതിയും പോയി അനേകരെ മാനസാന്തരം ഇല്ല, എല്ലാത്തിനും അങ്ങോട്ടേ കൊണ്ടുപോകും. ഇതാണ് വിചാരിച്ചത്. കാരണം അവൻ ആത്മാവിനെ പിടിക്കാനല്ല വരുന്നത്, ലോകത്തിനെയാണ്. 1:15-19 അതുകൊണ്ടാണ് പണ്ടുണ്ടായ സഭകളൊന്നും പെട്ടെന്നൊന്നും ഞാൻ സ്ഥലം കൊടുക്കാതിരുന്ന കാര്യമൊന്നും. അതും വരെ കൊടുക്കുള്ളൂ. എല്ലാത്തിനും സമയമുണ്ട്. ഇപ്പൊ നമ്മള് സമയമായപ്പോഴല്ലേ വന്നത്. അതാണ് ആ ഗലാത്യ 4 1-7 വചനം. എല്ലാത്തിനും സമയമുണ്ട്. റോമ 5:8-10 തക്ക സമയമായപ്പോ തന്റെ പിതാവ് ഏകപുത്രന ഭൂമിയിലോട്ട് അയച്ചത്. യോഹന്നാൻ 3:16 ആ സ്നേഹം. അതുപോലെ എല്ലാത്തിനും സമയമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോളണം. അതുകൊണ്ട് വിദ്യാർത്ഥിയുടെ കാര്യങ്ങൾ കൗൺസിൽ ചെയ്യാനെടുത്ത് കേട്ടോ. ആദ്യം ഇതൊന്നും പറയുന്നവരോട് അമ്പലങ്ങളുടെ കാര്യങ്ങളും അതൊന്നും പോണ്ടെന്നൊന്നും പറയരുത്. ജ്ഞാനത്തിലായിരിക്കും. അവർക്ക് സ്നേഹത്തിന് വനം കൊടുത്ത് ഈശോ സ്നേഹമാണെന്ന് കൊണ്ടുവരുന്നത്. അതിന് പ്രത്യേകിച്ച് ആ 1 യോഹന്നാൻ 4 7-21 വനം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. 1 Corinthians 13 അവർ എക്സ്പ്ലെയിൻ ചെയ്യണം. റോമ 12 കൊടുക്കുമ്പോ തന്നെ ബൈബിള് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ. അതിന് വല്ലതുകൊണ്ടോ? ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ആഗസ്റ്റ് ഇങ്ങോട്ട് വന്ന് വരുമ്പോഴാണോ നിങ്ങൾ ബാറൂഖൊക്കെ തുറക്കേണ്ട 6 കൊടുക്കണം. 1 Corinthians 10 കൊടുക്കണം. പിന്നെ ഇപ്പൊ തന്നെ അവർക്ക് വേണ്ടാത്ത കൊടുക്കാതെ പിന്നെ ഒരു വലിയ അങ്ങനെ പലരും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കംപ്ലൈൻസ് അവരിപ്പോൾ വെച്ചിരിക്കണ ഞങ്ങളുടെ ദൈവങ്ങളാണെന്നും പറഞ്ഞു. ആ ദൈവങ്ങളാണോ? നല്ല നല്ല ബിംബങ്ങളും വിഗ്രഹാരാധന 1 Corinthians 8 1-6 അവർക്ക് ആരും പറഞ്ഞു കൊടുക്കാനില്ലായിരുന്നു, അറിയിക്കാനായിരുന്നു ഈശോയെ ദൈവത്തെ. പക്ഷെ അവരുടെ കുറ്റമല്ലത്. അവരെ സത്യത്തെ അറിഞ്ഞ അവര് നമ്മളെല്ലാം ഒരു കാലത്ത് അവരായിരുന്നു അല്ലായിരുന്നു. ഞാൻ ഫോണിലൊക്കെ ഇട്ടുകൊണ്ടൊക്കെയായിരുന്നു കൂട്ടിപ്പേക്ക് വെച്ച് തെറ്റിക്കാളായിട്ടൊക്കെ നമ്മുടെ കാരണം അവര് പണ്ടത്തെ കൃപ എന്നൊക്കെ നിങ്ങള് എല്ലാം മാറി. അതുപോലെയാണ് അവരും. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യ 3:26-29 വചനം പറഞ്ഞത്. നിങ്ങളെല്ലാം യോഗ്യതയില്ല, ആദ്യം ചെയ്തില്ലെന്നെല്ലാം പറഞ്ഞത്. വചനങ്ങളെല്ലാം അത് നമ്മൾ ഈ അരീതി വ്യാപിപ്പിക്കാനാണ്. നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ നമ്മുടെ അരീതി അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും അതേ അരീതി തന്നെ നിൽക്കും. അപ്പൊ കൃപയുടെ കീഴിൽ നമ്മൾ നിൽക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ കൃപയിൽ നിന്ന് തെറിച്ചു പോകും, വേറെ കോളേജ് വിട്ടുപോകും. വചനം ഇല്ലെങ്കിൽ വെറും കാറ്റാണ്. ദർശനങ്ങളൊക്കെ വെറുതെ ഉള്ള ദർശനങ്ങളെടുത്ത് എല്ലാവരും ചതിക്കുകയാണ്. ദർശനങ്ങൾ വരണമെങ്കിൽ വർഷങ്ങൾ എടുക്കണം, കാത്തിരിക്കണം. വചനത്തിന് ശക്തി ഇങ്ങനെ നിറഞ്ഞു. അപ്പൊ നമുക്ക് 2-4 കൊല്ലം വേണം.
അത് ജീവജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന യോഹന്നാൻ 7:37-39 വന്നു. അതുകൊണ്ട് ചിലപ്പോ പെട്ടെന്ന് ദൈവം കാണിക്കും ഒരാളെ മാനസാന്തരപ്പെടുത്താനായിട്ട്. അതിനാണ് പെട്ടെന്ന് ചില അത് ഇതൊക്കെ പറഞ്ഞ് പെട്ടെന്ന് പിടിച്ചെടുക്കുന്നത്. ചിലത് പറയരുത് 3 ആത്മഹത്യ ചെയ്യുന്നതാണല്ലോ 4ാമത്തെ ആളെ പിടിക്കുന്നത്. അപ്പൊ എങ്ങനെ അറിഞ്ഞത്? ഉടനെ അവൻ വീണവൻ പിന്നെ പോയിട്ട് അത് തീരെ ജ്ഞാനമാണ്. ഈശോയും പറഞ്ഞില്ല ഇവിടെ കഞ്ഞി വർത്താക്കുന്നതായിട്ടായിരുന്നു. ഞാനിത് ആദ്യം ഉപയോഗിച്ചത് ഫോർട്ട് കൊച്ചി വെച്ചായിരുന്നു. ഒരു ആംഗ്ലേഷൻ വീട്ടിൽ നോക്കാം, ഒരു 70 ഒരു 7 മണിക്കൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് കുറെ പെണ്ണുങ്ങളെ എത്തിക്കൊണ്ട് വന്നു. അപ്പൊ ഒരു പെണ്ണ് വലിയ മേലും പൊടിയിലും ഫ്ലവറൊക്കെ വെച്ചിങ്ങോട്ട് വന്ന് എല്ലാവരും മാറ്റി ദുരിതമാക്കി എല്ലാവരുമാരെ പൂവൊക്കെ വെച്ചിങ്ങനെ വന്നായിരുന്നു. മാറി അവിടെ അങ്ങോട്ടിരുന്നു. അപ്പൊ പ്രാർത്ഥിക്കാറില്ല. അപ്പൊ എന്നോടും പറഞ്ഞ കുറച്ച് മാറി ഞാനും മാറിക്കോളും ഇരിക്കേണ്ടത്. നമ്മളൊക്കെ വെറുതെ ഇങ്ങനെ ഗമയിലിരിക്കുക. വലിയ പ്രാർത്ഥന കാര്യമായിട്ട് എല്ലാവരെയും നോക്കി പൂച്ച് കുറെ കഴിഞ്ഞപ്പോ വചനമൊക്കെ പറഞ്ഞ പാട്ട് ഇങ്ങനെ അനങ്ങാതിരിക്കും. എല്ലാം ഞാൻ എന്നോട് ചെന്ന് പ്രാർത്ഥിക്കാനായിട്ടോ ഞാൻ സിസ്റ്ററിന് ഇപ്പോഴത്തെ 3ാമത്തെ ഭർത്താവല്ല. ഈ കൃപയാണ്. ഒന്നാമത് മുഖമെല്ലാം മാറി ഇതങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞ ഉടനെ മുഖത്ത് വാടിപ്പോയവര് കംപ്ലീറ്റ് അങ്ങോട്ട് ചെയ്തത്. അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് കണ്ണീരൊക്കെ ആകെ അങ്ങോട്ടാണ് ഈ ചോദ്യം അങ്ങോട്ട് ചോദിച്ചത്. അത് എന്തുകൊണ്ടാണ്? ബ്രാലിനെ പിടിച്ച ബ്രാല് ചാരികള് അവരുടെ രഹസ്യങ്ങള് അറിഞ്ഞെന്ന് ഉള്ള ഒരു ചോദ്യം. അപ്പൊ പിന്നെ അവിടെ എന്നെ കാണുന്നത് വെറുതെ കാണിക്കില്ല. എങ്ങനെയാണ് ഒന്നുകൂടി വ്യത്യസ്തപ്പെടും. ഈശോനെ ആദ്യം കണ്ടപ്പോ വിളിച്ചില്ലേ യഹൂദ, കുറച്ച് കഴിഞ്ഞപ്പോ വിളിച്ച് പ്രഭു, കുറച്ച് കഴിഞ്ഞപ്പോ പ്രവാചകർ, കുറച്ച് കഴിഞ്ഞപ്പോ ഈശോ. ഇതിനെ വ്യത്യാസപ്പെടുത്താണ് ഈ ചോദ്യം ചെയ്തെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടുകാരോട് വിളിച്ചു എന്റെ കാര്യം എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ല വന്ന എല്ലാം എന്റെ കാര്യം രഹസ്യമായിട്ട് അല്ലെങ്കിൽ തള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഈ കൃപയാണ്. ഏത് കൃപയാണെന്ന് അറിയാം. നിങ്ങൾക്ക് എല്ലാം ദൈവം തരും കുറച്ച് നമ്മുടെ കൃപയിലുണ്ടാണത്. അത് ഓർമ്മ 2-3 അതെല്ലാം എങ്ങനെ ഉപയോഗിക്കണം? 1 Corinthians 14:40 ഉചിതമായും ക്രമമായും വേണം ഉപയോഗിക്കാൻ. വെറുതെ അടുത്താണ് പറയുന്നത് ദർശനം പറഞ്ഞുകൊണ്ട് കണ്ടമാനം പറഞ്ഞു കൂട്ടിയത്. എല്ലാ കാര്യങ്ങളും ഉചിതമായും ക്രമമായും കണ്ടോ? അങ്ങനെ വേണം ചെയ്യാനായിട്ട്. എല്ലാത്തിനും കൗൺസിലിംഗ് ഉചിതമായും ക്രമമായും